സാധിച്ചാൽ ക്രൈസ്തവർക്കായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാവണം കേട്ടോ. ഉണ്ടാക്കണം നിങ്ങൾ. ഒരു ക്രിസ്ത്യൻ ലീഗ്. ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ആനന്ദത്തിന്റെ ഞായർ. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികം മാത്രം. വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലനിൽക്കണം. നന്മയും സത്യവും ധർമ്മവും നീതിയും ന്യായവുമൊക്കെ ഒടുങ്ങിയെന്ന തോന്നിപ്പിൽ നിന്നും ഉറപ്പായും ഉയർത്തെഴുന്നേൽക്കും. ഒറ്റുകാരുടെ ജയത്തിന് 2 നാൾ ആയുസ്. 3-ാം പക്കം സത്യവും ധർമ്മവും നന്മയുടെ പ്രഭയിൽ അങ്ങോട്ട് ഉദിച്ചുയരും. ഇതാണ് പോങ്ങനെന്ന ഈ പാലാക്കാരൻ ക്രൈസ്തവനെ ഈസ്റ്റർ പഠിപ്പിക്കുന്ന പാഠം. സമാധാനവും പ്രത്യാശയും നിറച്ചുകൊണ്ട് കൂടുതൽ തികവുള്ളവരായി മനുഷ്യ സമൂഹത്തെ മാറ്റുകയാണ് ഈസ്റ്റർ ദിനം. പോകൻ അങ്ങനെ വിശ്വസിക്കുന്നു. സഹനത്തിന്റെ നാഥനാണ് കർത്താവ്. അസൽ സമാധാനപ്രേമിയാണ് കർത്താവ്. ഇതര മതസ്ഥരുടെ സിരകളിൽ നിന്നും രക്തം വാർത്തിക്കളഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ സമാധാനം വിതയ്ക്കാൻ നടക്കുന്ന ഹൂറി മക്കളുടെ സിന്തറ്റിക് സമാധാനത്തിൽ വിശ്വാസം നിക്ഷേപിച്ചിരിക്കുന്ന മലയാളികൾക്കൊപ്പം തീർച്ചയായിട്ടും ഈ പോകനില്ല. വിജയത്തിലേക്കുള്ള വളഞ്ഞ വഴികളെ അവഗണിച്ചും തേടിവരുന്ന കഷ്ടതകളെ നേട്ടമായി സ്വീകരിച്ചുകൊണ്ടും ദുർഘടമായിട്ടുള്ള പാതയിലൂടെ സ്വന്തം ജീവിതത്തെ കുരിശിലേക്ക് നയിച്ച ക്രൂശിതനിലാണ് ഈ പോങ്ങൻ സമാധാനവും നന്മയും പ്രത്യാശയും കാണുന്നത്. ഉറപ്പായും പോകനെ സംബന്ധിച്ച് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും മനുഷ്യനെ പഠിപ്പിച്ച ആ കർത്താവാണ് സമാധാനത്തിന്റെ ദൈവം. സ്വന്തം അനുയായികളുടെ ബുദ്ധിയിൽ ലോകാവസാനത്തോളം വളരുന്ന വിധത്തിൽ വെറുപ്പിന്റെ വിഷവിത്തുകൾ വിതച്ച ഒരുവൻ എങ്ങനെ സമാധാനത്തിന്റെ പ്രതിരൂപമാവും? എങ്ങനെ പ്രത്യാശയുടെ പ്രതീകമാവും? ഈ പോങ്ങൻ പാലായിൽ ജനിച്ചു വളർന്നവനാണ്. പാലായുടെ ഹൃദയം കർത്താവിന്റെ ആത്മാവിൻ ശക്തിയിലാണ് തുടിക്കുന്നത്. അങ്ങനെ ഒരു വിചാരവും പോങ്ങനുണ്ട്. കുറച്ചു കാലം മുന്നേ വാട്സാപ്പിലൂടെ ഒരു സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടു. 10 വർഷത്തിനുള്ളിൽ പാല ഞങ്ങൾ പേട്ടയാക്കിയിരിക്കും എന്നാണ് ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. കൊടും മാനവികവാദികളും ഘോര മതേതരരുമായിട്ടുള്ള തീവ്ര സമാധാനവാദികളാൽ നിറഞ്ഞ പേട്ട നമ്മുടെ പാലായുടെ ഒരു അയൽപ്രദേശമാണ്. അസൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഒക്കെ സ്ഥലരൂപമായ പാലായുടെ ആത്മാവിൽ സിന്തറ്റിക് സമാധാനത്തിന്റെ ആ താഴികക്കുടം പണിയാനുള്ള പരിശ്രമങ്ങൾ ഇന്ന് പാലായിൽ നടക്കുന്നുണ്ട്. അമർഷത്തോടെയാണ് പോങ്ങൻ അതിനെയൊക്കെ കാണുന്നതെങ്കിലും എനിക്ക് ഒട്ടും തന്നെ ആശങ്കയില്ല. കാരണം തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികം മാത്രം. കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് വളഞ്ഞ വഴികൾ തേടാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. സത്യവും ധർമ്മവും നീതിയും ന്യായവും നന്മയുമൊക്കെ ഒടുങ്ങിയെന്ന തോന്നലിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഉറപ്പായും. ഒറ്റുകാരുടെ ജയത്തിന് 2 നാൾ മാത്രമേ ആയുസുള്ളൂ. 3-ാം പക്കം സത്യവും ധർമ്മവും നന്മയുടെ പ്രഭയിൽ അങ്ങോട്ടേക്ക് ഉദിച്ച് ഉയർന്നു കളയും. ഇതാണ് ഈസ്റ്റർ ഈ പോങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. യൂദാസിന്റെ മക്കളായിട്ടുള്ള ഒറ്റുബുദ്ധർ എല്ലാ മതത്തിലുമുണ്ട്. അവരുടെ വിജയം താൽക്കാലികം മാത്രമാണെന്ന് പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യവിരുദ്ധരായിട്ടുള്ള വ്യാജ സമാധാനവാദികൾ നമ്മുടെ നാട്ടിൽ മതേതരത്വത്തിന്റെ പച്ചപ്പ് പടർത്താൻ സ്വന്തം പ്രജനനശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് കാണുമ്പോൾ അമർഷമല്ലാതെ ഈ പോങ്ങന് ആശങ്ക ഒട്ടും തന്നെ ഇല്ലാത്തത്. ഈ വിശേഷ ദിനത്തിൽ ഒരു കാര്യം മാത്രമേ പോങ്ങന് ക്രൈസ്തവ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളൂ. സഹനത്തിന്റെ നാഥനായിട്ടുള്ള കർത്താവാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ മാർഗദർശി. എന്നാൽ സംഹാര ബുദ്ധിയോടുകൂടി സമുദായത്തിന് നേരെ വരുന്നവരെ ദയവായി നിങ്ങൾ ഹൈന്ദവ മോഡൽ സഹനം കൊണ്ട് ഒട്ടും തന്നെ സമീപിക്കരുത്. ഹൈന്ദവ മോഡൽ സഹനം അല്ലെങ്കിൽ ഈ ഹൈന്ദവ മോഡൽ മതേതരത്വം അവയെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഒരു നല്ല ദിവസത്തിൽ പറയുന്നത് ഒട്ടും തന്നെ ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് പോകാൻ അത് പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാം. ഹിന്ദു സംസ്കാരത്തെ കർത്താവായി കണ്ടാൽ ഭൂരിപക്ഷം ഹൈന്ദവരും യൂദാസിന്റെ ബുദ്ധി മണ്ടയിൽ സൂക്ഷിക്കുന്നവരാണ്. യൂദാസിന്റെ ബുദ്ധിയുള്ളവർ. സാധിച്ചാൽ ക്രൈസ്തവർക്കായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാവണം കേട്ടോ. ഉണ്ടാക്കണം നിങ്ങൾ. ഒരു ക്രിസ്ത്യൻ ലീഗ്. എന്നിട്ട് NDAയുടെ ഒരു സഖ്യകക്ഷിയായി അത് കേരളത്തിൽ പ്രവർത്തിക്കുകയും വേണം. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലാത്തിടത്തോളം ക്രിസ്ത്യൻ ലീഗ് എന്ന പ്രസ്ഥാനത്തിനും തട്ടുകേട് സംഭവിക്കില്ല. ഏത്
തലയ്ക്ക് വെളിവുള്ള ഇതര മതസ്ഥരും അതിനോട് സഹകരിക്കുന്ന സാഹചര്യം വരികയും ചെയ്യും. ഈ പൊങ്ങനെ പോലെ ഹരിത മതേതരരല്ലാത്ത ശുദ്ധ മാനവികവാദികളായിട്ടുള്ള നല്ല അസൽ ക്രൈസ്തവരുടെ അനുഭാവവും സഹകരണവും ആ പ്രസ്ഥാനത്തിന് ഉറപ്പായും ഉണ്ടാവും. അല്ലാതെ ദുഃഖവെള്ളിക്ക് പിന്നാലെ ഒരു ഈസ്റ്റർ ഉണ്ടാവും എന്ന പ്രതീക്ഷ മാത്രം പോരാ നമുക്ക്. ഇനിയൊരു ദുഃഖവെള്ളി ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് തീർച്ചയായും നമ്മളൊക്കെ നടത്തേണ്ടത്. യൂദാസുക്കൾക്ക് കർത്താവിനെ ഒറ്റാനുള്ള അവസരം ഇനി നൽകരുത്. ഇനിയും ഒരു കുരിശ് ഉയർത്തപ്പെടരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ ആണിത്തുള വീഴരുത്. ദൈവപുത്രന്റെ ചോര കൊണ്ട് ഈ മണ്ണ് ചെമക്കുകയും അരുത്. ഇനി എന്നും ഈസ്റ്റർ മാത്രം മതി. കാത്തിരിപ്പായല്ല, അനുഭവമായാണ് സമാധാനവും സ്നേഹവും ഒക്കെ ഇനിയെങ്കിലും മനുഷ്യരെ ബാധിക്കേണ്ടത്. ഈ ഭൂമിയിലെ എല്ലാ നല്ല മനുഷ്യർക്കും ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം കൂടാതെ ഈ മുത്തുപോങ്ങൻ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. എല്ലാ മതത്തിലും പെട്ട യൂദാസുക്കൾക്ക് ഈ ക്രൈസ്തവൻ സർവനാശാശംസകളും നേരുന്നു. ഏത്? ഈ പോങ്ങൻ പാലക്കാരനായിട്ടുള്ള നല്ല അസൽ ക്രൈസ്തവനാണ്. അതുകൊണ്ട് ഹരിത മതേതരരുടെ അവഗണനകളും അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും ഒന്നും ഈ പോങ്ങനെ ബാധിക്കില്ല. ക്രൈസ്തവന് കുരിശ് ഉശിര. ഈ ക്രൈസ്തവന് കുരിശെന്നാൽ ഉശിര. അതാണ്, അത്രേ പറയുന്നുള്ളൂ ഈ നല്ല നാട്. അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ഒരല്പം കടന്നു പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉള്ളിൽ തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ പാലക്കാരനായിട്ടുള്ള ഒരു ക്രൈസ്തവനാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് ഇരിക്കുന്ന പ്രദേശം കൂടുതലായിട്ടും ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമാണ്. പാല പൊതുവെ അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ വീടിരിക്കുന്നതും തീർച്ചയായിട്ടും നല്ല ക്രൈസ്തവ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്താണ്. എത്ര സന്തോഷകരമായിട്ടാണ് ഞാൻ ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ അവിടെ കഴിഞ്ഞ കാലത്ത് എന്തുമാത്രം മനസ്സമാധാനവും സന്തോഷവും തോന്നിയിരുന്നു. അവരിൽ ഒരാളായിട്ടാണ് ജീവിച്ചത്. ഹൈന്ദവനായിട്ടല്ല, ക്രൈസ്തവനായിട്ടല്ല, ക്രൈസ്തവനായിട്ട്. അതാണ് ക്രൈസ്തവ സംസ്കാരം. ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരം, സ്നേഹിക്കുന്ന ഒരു സംസ്കാരം, സഹകരിക്കുന്ന ഒരു സംസ്കാരം. സഹോദരി ബുദ്ധി എന്ന് പറയുന്നത് അവരിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രൈസ്തവ സംഘടനകൾക്കും ഒരു സംഘടിത ശേഷിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ സംഘടിത ബുദ്ധി എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന സംഘടിത ബുദ്ധിയല്ല. പകരം നമുക്ക് ശക്തി പകരുന്ന സംഘടിത ബുദ്ധിയാണ്. നമ്മളോടൊപ്പം കൂടും. അവിടെ ഒരു ഉത്സവം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതും ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നതും ക്രൈസ്തവരായിരിക്കും. അതുപോലെ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചുമാണ് എൻ്റെ പാലാക്കാലം. അത്രയും നല്ല അനുഭവങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പേട്ട എന്ന് പറയുന്ന പ്രദേശത്തുകൂടി ഇപ്പോൾ ഈ നിലവിൽ ഈ അടുത്ത കാലത്ത് ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയ താളത്തിൽ ഒരു മാറ്റം വരും. നമ്മൾ വേറെ ഏതോ ഒരു ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ, വേറെ ഏതോ ഒരു പ്രപഞ്ചത്തിലൂടെ പോകുന്നത് പോലെ, വേറെ ഏതോ ഒരു സാംസ്കാരിക ഭൂമികയിലൂടെ പോകുന്നത് പോലെ ഒരു തോന്നലുണ്ടാവും. ഹൃദയതാളത്തിന് അസ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം വരും. ഹൃദയതാളം ഒന്ന് ഉയരും. സത്യമാണ് പറയുന്നത്. കാരണം നമുക്കൊട്ടും തന്നെ പരിചിതമല്ലാത്ത എന്തോ ഒരു തരം അവിടെയൊക്കെ കാണും. നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ജനിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഹൃദയതാളത്തിലൊരു മാറ്റം വരും. അസ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം. അങ്ങനെയല്ല മനുഷ്യരുടെ സംഘടിത ബുദ്ധി എന്ന് പറയുന്നത്. സംഘടിത ബുദ്ധി, അത്തരം സംഘടിത ബുദ്ധി അല്ല ക്രൈസ്തവർക്കുള്ള. ഇതെന്റെ നാടല്ല എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് നമ്മുടെ ഉള്ളിൽ വരുത്താൻ ഇപ്പോഴും നിലവിലുള്ള പേട്ടയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. PC ജോർജൊക്കെ പറയുന്നതിന്റെ ഉള്ളർത്ഥം മനസ്സിലാക്കാൻ പലർക്കും കഴിയാതെ പോയത് കൊണ്ടാണ്. പിന്നെ യൂദാസുക്കളായിട്ടുള്ള ആളുകൾ, യൂദാസുക്കളായിട്ടുള്ള ഹൈന്ദവരും യൂദാസുക്കളായിട്ടുള്ള ക്രൈസ്തവരും ചേർന്നാണ് PC പോലുള്ള ആളുകളെയൊക്കെ അവിടെ ഇല്ലാതാക്കിയത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ മരണം നൽകിയത്. PC ജോർജിന് അവിടെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം കെട്ടുപോയി ആ പ്രദേശം. ഞാൻ വെറുതെ പറയുന്നതല്ല. അവരാണ് മതേതരരെന്ന് പറയുമ്പോൾ യഥാർത്ഥ മതേതരരെ കണ്ടിട്ടുള്ള പാലാക്കാരനായിട്ടുള്ള ഈ ക്രൈസ്തവന് സ്വല്പം സങ്കടം വരും. മതതീവ്രവാദികളെയും മതവാദികളെയും തീവ്ര മതമൗലികവാദികളെയും ഒക്കെ മതേതരരായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും ജീവിക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള മനോഗതി നമ്മൾ സ്വീകരിച്ചു പോകും എന്നുള്ളതാണ് സത്യം. നിർത്തുന്നു. സ്നേഹം. ഇന്നേ ദിവസം ഇങ്ങനൊരു കാര്യം പറയാൻ കൊള്ളുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നല്ലേ അത് പറയേണ്ടത്. കാരണം കർത്താവ് അത്തരം ഒരു പ്രകടനമല്ലേ നടത്തിയത്. ഉശിരോടുകൂടി സത്യത്തെ നോക്കിക്കൊണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ധർമ്മബുദ്ധിയെ നോക്കിക്കൊണ്ട്, നീയാണ് എൻ്റെ ജീവിതം എന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് മനുഷ്യനെ മാറ്റുന്ന നിലയിൽ ഒരു ദിനം നമുക്ക് സമ്മാനിക്കുകയല്ലേ ചെയ്തത് കർത്താവ്? അല്ലേ?
അതുകൊണ്ട് ഇന്നേ ദിവസം തന്നെയാണ് ഇത് പറയേണ്ടത്, ഉശിരോടെ തന്നെ പറയേണ്ടത്. ക്രൈസ്തവനായ ഈ പോങ്ങിന് കുരിശെന്നത് ഉശിരാണ്. അവഗണനയുടെ കുരിശ്, അധിക്ഷേപത്തിന്റെ കുരിശ്, ഒറ്റപ്പെടുത്തലിന്റെ കുരിശ്, ഉപദ്രവിക്കലിന്റെ കുരിശ്, ഏതു കുരിശും ഉശിരായി സ്വീകരിക്കും ഈ ക്രൈസ്തവൻ. സ്നേഹം.